നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന റിവ്യൂവർ അതിനൊരു റിവ്യൂ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ റിവ്യൂവിനൊരു കോപ്പിറൈറ്റ് കിട്ടുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കോപ്പിറൈറ്റ് കിട്ടുന്നു. കോപ്പിറൈറ്റ് കൊടുത്തത് മറ്റാരുമല്ല, മമ്മൂട്ടി കമ്പനിയാണ്. കാരണം മമ്മൂട്ടി കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മമ്മൂട്ടി കമ്പനി അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂവിന് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കുകയാണ് യൂട്യൂബിൽ. അങ്ങനെ ആ വീഡിയോ ഡിലീറ്റായി പോകുന്നു. പിന്നെ വീണ്ടും അശ്വന്ത് ഗോക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എഴുതിയിടുന്നു, മമ്മട്ടി കമ്പനി തൂറിത്തോപ്പിക്കൽ എന്ന് പറഞ്ഞാണ് ക്യാപ്ഷൻ കൊടുത്തത്. എന്നിട്ട് ഈ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയതിൻ്റെ കാരണങ്ങൾ തംബ്നെയിലിൽ ഉപയോഗിച്ച ഫോട്ടോയും അല്ലെങ്കിൽ തംബ്നെയിലിൽ ഉപയോഗിച്ച പേരുകളും അതൊക്കെയായിരുന്നു കാരണം. അപ്പോൾ പിന്നീട് സീറോ തംബ്നെയിൽ ടർബോ റിവ്യൂ എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം ഇട്ട വീഡിയോ അങ്ങനെ അങ്ങ് പോവുകയായിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയൊരു അല്ലെങ്കിൽ തന്നെ പബ്ലിസിറ്റി ആയി, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഇട്ട വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കുകയും പിന്നീട് വേറൊരു വീഡിയോയും കൂടി ഇടുകയും ചെയ്യുമ്പോഴത്തേനും അത് ഭയങ്കര സംസാര വിഷയമായി മാറി. ഈ ഭീഷ്മപർവം എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടീൻ്റെ സിനിമ അശ്വന്ത് ഗോക്കിന് ഇഷ്ടപ്പെടാത്ത സിനിമയായിരുന്നു. പക്ഷേ അത് നേടിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടി. പക്ഷേ ഈ സിനിമയ്ക്കും ഫസ്റ്റ് ഡേ തന്നെ വേൾഡ് വൈഡ് 17.2 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പം ഈ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ ചുരുങ്ങിയ ശതമാനം ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും പുള്ളിൻ്റെ വീഡിയോസ് കാണും. കാരണം പുള്ളീൻ്റെ അവതരണം അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ടാണ് പുള്ളിൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുകയും പുള്ളിക്ക് അത്രയും വ്യൂസ് കിട്ടുകയും ചെയ്യുന്നത്. അല്ലാതെ പുള്ളീൻ്റെ റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് കേട്ടോ. പുള്ളി നെഗറ്റീവ് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് പോകണ്ട, അല്ലെങ്കിൽ പുള്ളി പോസിറ്റീവ് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് പോകാം, അങ്ങനെയൊക്കെ നോക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇല്ല എന്ന് പറയുന്നില്ല, കുറവാണ്. പക്ഷേ അതിനകത്തേക്ക് മമ്മൂട്ടി കമ്പനി കയറി ഇടപെടുകയും അത് മമ്മൂട്ടിക്ക് വലിയൊരു ചീത്തപ്പേര് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മമ്മൂട്ടി പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് മിക്കവാറും കൊള്ളില്ലാത്ത സിനിമയായിരിക്കും. അല്ലാതെ ഒരു റിവ്യൂവർ പറഞ്ഞതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ അത് എത്ര ചെറിയ നടൻ അഭിനയിച്ചാലും എത്ര ലോ ബഡ്ജറ്റ് സിനിമയാണെങ്കിലും ആ സിനിമ വിജയിക്കും. ഇനി എത്ര വലിയ നടൻ അഭിനയിച്ചാലും എത്ര ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സിനിമ നശിച്ചു. അത് മമ്മൂട്ടി തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മമ്മൂട്ടീൻ്റെ ഉടമസ്ഥതയിലുള്ള മമ്മൂട്ടി കമ്പനി തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മമ്മൂട്ടിക്കാണ് ചീത്തപ്പേരായിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തതിന് പിന്നിൽ മമ്മൂട്ടിയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ മമ്മൂട്ടിയൊക്കെ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മറ്റാൾക്കാരുണ്ടാകും, അവരായിരിക്കാം അതിന് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തിട്ടുണ്ടാകുക. എന്താണെങ്കിലും അത് വലിയൊരു സംസാര വിഷയമായി. പ്രത്യേകിച്ച് മമ്മൂട്ടി ഇപ്പം ഭയങ്കര രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഈ സമയത്ത് അശ്വന്ത് ഗോക്കിനെ പോലെയുള്ള ഒരു യൂട്യൂബർക്കെതിരെ, അതായത് അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർക്കെതിരെ ഇത്തരത്തിലുള്ള കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കുമ്പോൾ അതിനെതിരെ അശ്വന്ത് ഗോക്ക് ഉറപ്പായിട്ട് പ്രതികരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും പ്രതികരിച്ചത് വളരെ നല്ല രീതിയിലായി. അതായത് അവർ വിചാരിച്ചിട്ടുണ്ടാവുക കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുമ്പം അതിലോടുകൂടി അങ്ങ് അവസാനിക്കും, ചിലപ്പോൾ വേറെ വീഡിയോ ഒന്നും ഇടൂല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ മമ്മൂട്ടി കമ്പനി എന്നുള്ള പേര് മമ്മട്ടി കമ്പനി എന്നാക്കി. മമ്മട്ടി കമ്പനി തൂറിത്തോപ്പിക്കൽ എന്നൊരു ക്യാപ്ഷനൊക്കെ ഇട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതുകൂടാതെ ഇതിൻ്റെ പുറകെ മറ്റൊരു വീഡിയോയും കൂടി ഇട്ടു. അത് ആദ്യം ഇട്ട വീഡിയോനേക്കാൾ മിക്കവാറും കൂടുതലും റീച്ചാകാനാണ് സാധ്യത. എന്താണെങ്കിലും കൊള്ളാം. സിനിമയുടെ റിവ്യൂയിലേക്ക് വരികയാണെങ്കിൽ പല രീതിയിലുള്ള റിവ്യൂസ് പലരും പറയുന്നുണ്ട്. അത് യൂട്യൂബേഴ്സ് മാത്രമല്ല, നമുക്ക് കമൻറ്റുകൾ നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഒരുപാട് പേർക്ക് സിനിമ ഭയങ്കരമായ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള റിവ്യൂസ് ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വരുന്നുണ്ട്. അതായത് അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കര മാസ് പടമാണ്, ഇടിപ്പടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടി എന്നൊക്കെ പറയുന്നത് ഹാഫ് ടൈം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കുറേ കണ്ടു. എന്താണെങ്കിലും വിജയിക്കേണ്ട സിനിമയാണെങ്കിൽ വിജയിക്കും, പൊട്ടേണ്ട സിനിമയാണെങ്കിൽ പൊട്ടും. ഇപ്പം ആദ്യ ദിവസം തന്നെ 17.2 കോടി രൂപ കളക്ഷൻ കിട്ടി. അതിപ്പോൾ അശ്വന്ത് ഗോക്ക് ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് കിട്ടേണ്ട പൈസ കിട്ടാതെ പോവില്ല. മിക്കവാറും ഈ സിനിമയിൽ 50 കോടിയോ 100 കോടിയൊക്കെ എത്താൻ സാധ്യത ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും 50 കോടിയൊക്കെ ഉറപ്പായിട്ടും എത്തും. അപ്പം ഈ സിനിമേനെ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സ് നല്ലത് പറയുമ്പം അതെടുത്ത് ഭയങ്കര മാസാക്കിയിടുന്ന സിനിമാക്കാർ, ആ സിനിമയ്ക്കെതിരെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുമ്പോഴത്തേനും
ഈ പറയുന്ന വീഡിയോ ഡിലീറ്റ് ആക്കി കളയിക്കാനായിട്ട് നടക്കുന്ന കുറേ സിനിമാക്കാർ. എന്താണെങ്കിലും സംഭവം കൊള്ളാം, വളരെ കോമഡി ആയിട്ടുണ്ട്. അശ്വന്ത് ഗോക്ക് വളരെ കോമഡിയായ രീതിയിലാണ് അതിനെ പ്രതികരിച്ചിട്ടുള്ളത്. കൊള്ളാം.